അവന് മീൻ പിടിക്കാൻ വല കിട്ടിയിരുന്നു. അതിൽ മീൻ കയറിക്കണോ നോക്കാൻ പോയതാണ് പൊന്നുമോൻ. രാവിലെ പിന്നെ കാണുന്നൊരു വാർത്ത, ആ പൊന്നുമോന് ആ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു എന്നുള്ളതാണ്. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇന്ന് 2-3 കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഒന്ന്, ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ. അറഫ ദിനത്തിൻ്റെ അന്ന് ലക്ഷക്കണക്കിന് ഹാജിമാർ അറഫ മൈതാനിൽ നിൽക്കുമ്പോൾ ഒരു കൂട്ടം പക്ഷികൾ, ആ പക്ഷികൾ പറക്കുന്നൊരു വീഡിയോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന രൂപത്തിലാണ് ഈ പക്ഷികൾ പറക്കുന്നത്. വലിയൊരു അത്ഭുതം. സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റയിൽ ഞാൻ ആ വീഡിയോ കണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അത്ഭുതം തന്നെ, അല്ലെങ്കിൽ പക്ഷികൾ എങ്ങനെയാണ് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പറക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഒരാൾ പോലും, ഹജ്ജിന് പോയ ഒരാളും ഇത് കണ്ടിട്ടില്ല. അതേപോലെ ഒരു മാധ്യമങ്ങളും ഇതിൻ്റെ വാർത്തയുമില്ല. ഗൾഫിലുണ്ടല്ലോ മാധ്യമങ്ങൾ. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന രൂപത്തിൽ പക്ഷികൾ പറക്കുന്നൊരു അത്ഭുത കാഴ്ച. സാധാരണ പക്ഷികൾ ഇങ്ങനെ ഒരു കൂട്ടം ചേർന്ന് പ്രത്യേക ഭംഗിയിലൊക്കെ പറക്കണ കാണാം. ഒരു പക്ഷി ഫ്രണ്ടിൽ ഇങ്ങനെ വന്നിട്ട് നീളത്തിൽ പറക്കണതൊക്കെ കാണാം. ഇത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അറബ് വാക്യത്തിൽ പക്ഷികൾ പറക്കുക. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥയാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ നാടിനടുത്തുള്ള ചങ്ങരംകുളത്ത് മുർഷിദ് എന്ന് പേരുള്ളൊരു 14 വയസ്സുകാരൻ ഇന്നലെ ചങ്ങരംകുളം മൂക്കുതല ചേലക്കടവ് കായലിൽ അവന് മീൻ പിടിക്കാൻ വല കിട്ടിയിരുന്നു. അതിൽ മീൻ കയറിക്കണോ നോക്കാൻ പോയതാണ് പൊന്നുമോൻ. രാവിലെ പിന്നെ കാണുന്നൊരു വാർത്ത, ആ പൊന്നുമോന് ആ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോൾ മഴയുടെ ഒരു സമയമാണ്. കുട്ടികൾക്ക് മീനും മറ്റൊക്കെ ഭയങ്കരമായിട്ട് കൗതുകമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ കുട്ടിക്ക് പണ്ടേ മീൻ ഇഷ്ടമാണ്. മീൻ വളർത്തുക, കൂട്ടിൽ മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിയാണ് ഉസ്താദിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത്. വാപ്പാൻ്റെ ഹോട്ടലിൽ നിന്ന് ആ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ട് ട്യൂഷന് പോകേണ്ട സമയത്തിന് മുൻപ് ഒരു ഉമ്മാട് പറഞ്ഞു, ഉമ്മ ഞാൻ ആ വലയിൽ മീൻ വന്നിക്കണോ നോക്കട്ടെ. അപ്പോൾ എനിക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഫിക്സിൻ്റെ എന്തോ അസുഖമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങാനും മറ്റും ഉമ്മക്ക് പേടിയാണ്. ഉമ്മ അതിന് സമ്മതിക്കലില്ല. ആര് മീനിൻ്റെ കാര്യം പറഞ്ഞാലും വീടിനടുത്തുള്ള കായലിൽ മീൻ പിടിക്കാൻ വല കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഇവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒരു ചെറിയ വലയൊക്കെ സംഘടിപ്പിച്ച് കൊടുത്തു. ആ വലയൊക്കെ, അതായത് കാൽമുട്ട് വരെ മാത്രമേ വെള്ളമുള്ളൂ. അവിടെ ഇവനൊരു വലയൊക്കെ വെച്ചിട്ട് രാവിലെ ഉമ്മാട് പറഞ്ഞ് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെന്ന് നോക്കിയതാണ്. ട്യൂഷൻ്റെ സമയമായി. ഇവനെ കാണാതായപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അള്ളാഹുവിൻ്റെ വിധി. പക്ഷേ അതിൽ ഫിക്സ് വന്നേക്കാം. അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ മാതാപിതാക്കളുടെ വേദന നമ്മുടെ കൂടി വേദനയാണ്. ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ പൊന്നുമോന് വേണ്ടി പ്രാർത്ഥിക്കുക. അതോടൊപ്പം ഇപ്പം മഴക്കാലമാണ്. നമ്മുടെ ഒരാൾക്കും നമ്മുടെ ശ്രദ്ധ കൊണ്ട് എന്തുണ്ടാവരുത്, മരണം സംഭവിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മുടെ പൊന്നു മക്കൾക്ക് അതുണ്ടാവരുത്. വളരെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു മറ്റേ പക്ഷികൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന രൂപത്തിൽ പക്ഷികൾ പറക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു വീഡിയോ ഇൻസ്റ്റയിലോ മറ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ പറയുമ്പോൾ അല്ലാതെ മുൻപെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പക്ഷികൾ പറക്കോ. ഇത് പൂർണ്ണമായിട്ടൊരു ഫേക്കാണ്, കള്ള വീഡിയോ ആണ്, അതൊരു AI ചിത്രമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈമാനിക ആവേശം ഉണ്ടാക്കാൻ ഏതോ ഒരു ബിരുദൻ ഒപ്പിച്ചൊരു വേല. ഇങ്ങനെ ഹജ്ജിൻ്റെ സമയത്ത് അറഫ മൈതാനിയുടെ മുകളിൽ, ആ ഒരു മലമുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് പക്ഷികൾ ആ രൂപത്തിൽ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. പക്ഷികൾ പറന്നാൽ കുറേ പേര് മാഷാ അല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ, അള്ളാഹിൻ്റെ ഒരു കുദറത്ത് കണ്ടില്ലേ, പക്ഷികൾ വരെ അള്ളാഹിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടിക്കുന്നതിൽ ആവേശം കൊള്ളിക്കുന്ന ഏതോ തലക്ക് സുഖമില്ലാത്തവരുണ്ടാക്കിയതാണ്. ഇത് വിശ്വസിക്കുന്ന ഒരുപാട് കൗമിയങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കാണും. ഇത് ഓരോ കാലത്തിനനുസരിച്ച് ഓരോ വിശ്വാസങ്ങളാണ്. അതായത് പണ്ട് കാലത്ത് ഈ എന്താ പറയുക, അള്ളാഹുവിൻ്റെ മീനിമ അള്ളാഹു എന്ന് എഴുതിയിട്ടുണ്ട്. മീനിമ അള്ളാഹു എന്ന് എഴുതി എന്ന് പറഞ്ഞ് ഭയങ്കര പ്രചാരണം മുമ്പ് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ പഴയ ഓർമ്മയുള്ള ആളുകൾക്ക് അറിയാം. എൻ്റെ ഒരു സുഹൃത്ത് പുത്തമ്പള്ളിയിൽ ഒരു മീൻ കച്ചവടക്കാരനുണ്ട്. മൂപ്പര് വിറ്റ മീനിമ അള്ളാഹു എന്നുണ്ടായിരുന്നു അത്രേ. അങ്ങനെ വാങ്ങിക്കൊണ്ടയോനാണ് ഇത് കണ്ടത്. ചൂരമ്മ അള്ളാഹു, ചൂര മീനിമ്മലാണ് അള്ളാഹു എന്ന് കണ്ടിട്ട് ഇതാകെ പ്രചരണമായി. അങ്ങനെ മൂപ്പര് എന്ത് ചെയ്തു, മീന് വില കൂട്ടി. അല്ലല്ല മീനല്ലേ. അതുപോലെ പൊന്നാനിലും ഇതുപോലെ മീനുമ്മ അള്ളാഹുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് ചന്ദ്രനിൽ അള്ളാഹു എന്ന് കണ്ടു, മേഘത്തും അള്ളാഹു എന്ന് കണ്ടു, ഇങ്ങനെ പല രീതിയിൽ പ്രചരണങ്ങൾ കാണാം. ഇത് വിശ്വസിക്കാൻ 100 കൂട്ടം ആൾക്ക്. അപ്പം ഞാൻ അത് പറയുമ്പോഴും അല്ല ആ ഞങ്ങൾ കണ്ടിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. നമ്മൾ ചില മേഘങ്ങൾ കാണുമ്പോൾ അത് മുയലായിട്ട് കാണലുണ്ട്, ചിലതിന് കുരിശായിട്ട് കാണലുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആകാശത്ത് കൂടെ ഒരു കുതിര പറക്കണത് കണ്ടു, ഞങ്ങൾ മലക്കിനെ കണ്ടു, ഇങ്ങനെയുള്ള കുറേ പ്രചരണങ്ങൾ കാണാം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ വരിക. ഏതെങ്കിലും മതാധിഷ്ഠിതമായ ചിന്തയുള്ള ആളുകളിൽ നിന്നാണ് ഇത്തരം കള്ളപ്രചരണങ്ങൾ വരിക.
ഇത് വിശ്വസിക്കാൻ ആളുകളുണ്ടാവും. നിസ്കരിക്കാത്ത ഏതോ ഒരു സ്ത്രീ പിന്നീട് മത്സ്യം, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും മത്സ്യം, ഇവിടുന്ന് ഇങ്ങോട്ട് തല, മത്സ്യകന്യകയായിട്ട് മാറി. അപ്പോൾ മത്സ്യകന്യക എന്ന് പറയുന്ന ഒരു സിംബോളിക് ഡ്രാമ പലരുടെ വിത്തുകളിലും ഉണ്ട്. അങ്ങനെ ഏതോ ഒരു പെണ്ണായിട്ടുണ്ട്. പിന്നെ ഖബറിൽ ചെന്നപ്പോൾ നിസ്കരിക്കാത്ത ഒരാൾ പാമ്പായിട്ട് മാറി. അതിൻ്റെ കുറേ വീഡിയോസ്, ഇതൊക്കെ AI വീഡിയോസോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫേക്കായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് വിശ്വസിക്കും. ഞാൻ എൻ്റെ ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഖുർആനിലാകെ മുടി, എല്ലാവരും ഖുർആനിൽ മുടി ഉണ്ടാവും, ആകെ പ്രചരണം. പത്രത്തിൽ വാർത്ത ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ പ്രചരണം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ ഒരു ഖുർആനിലും മുടി ഉണ്ടാവും. നോക്കുമ്പോൾ ഞാൻ അന്ന് അയിരൂര് മദ്രസയിൽ അധ്യാപകനാണ്, കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പുത്തമ്പള്ളിയിൽ ഇങ്ങനെ ഖുർആൻ ആളുകൾക്ക് വെറുതെ കൊടുക്കലുണ്ട്. അപ്പോൾ അട്ടിക്കട്ടി കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഖുർആൻ എടുത്തിട്ട് നോക്കുമ്പോൾ ഒറ്റൊന്നിലും എന്തില്ല, മുടിയില്ല. വേറെ എടുത്ത് നോക്കി, ഇങ്ങനെ മറിച്ച് നോക്കി, ഒന്നിലും മുടിയില്ല. കുറച്ച് ശ്രമകരം തന്നെയാണ്, കാരണം ഖുർആൻ മൊത്തം മറിച്ച് നോക്കണ്ടേ. അപ്പോൾ എന്താ സംഭവം, വീട്ടിൽ ഓതുന്ന ഖുർആനിൽ സ്വാഭാവികമായിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തലചോറിൻ്റെ 1-2 മുടിയൊക്കെ ഖുർആനിടയിൽ വന്നിരിക്കാം. അങ്ങനെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഖുർആനിലാണ് ഈ മുടിയുള്ളത്. അതെല്ലാവരുടെ വീട്ടിലുണ്ടോ? ഇല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പണ്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രചരണം എങ്ങനെയാണ് AI ഏറ്റെടുത്തേക്കാണ്. ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്, കണ്ണടച്ച് വിഴുങ്ങരുത്. എന്നിങ്ങനെ നോക്കുമ്പോൾ കാണാം ആകാശത്ത് അള്ളാഹു എന്നുള്ള രൂപം, മേഘം അള്ളാഹു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അള്ളാഹു. അപ്പോൾ ഒരു കൂട്ടർ അതിനെ കുരിശായിട്ട് കാണുന്നവരുണ്ട്, മറു കൂട്ടരെ ഓംകാരമായിട്ട് കാണുന്നവരുണ്ട്, വേറൊരു കൂട്ടർ അതിനെ ചന്ദ്രക്കലയായിട്ട് കാണുന്നവരുണ്ട്. ഓരോരുത്തരുടെ കണ്ണിലെ കാഴ്ചക്കനുസരിച്ചാണ്. പണ്ട് ശിഹാബ് ചോറ്റൂർ ഹജ്ജിൽ നടന്നു പോകുന്ന സമയത്ത് എവിടുന്നോ മേഘത്തും അള്ളാഹു എന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വീഡിയോ മൂപ്പരെന്നെ പറഞ്ഞ് അവകാശപ്പെട്ടത്, ഞാൻ കണ്ടു, അതാ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്തോ ഒരു കറാമത്ത് പോലെ. അപ്പോൾ ഇതൊക്കെ വിശ്വസിക്കാൻ ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇതൊരു വ്യാജ വാർത്തയാണ്. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ അജായിബ് കാണിക്കാൻ, അള്ളാഹുവിൻ്റെ കുദറത്ത് കാണിക്കാൻ ഇങ്ങനെ പക്ഷികളെ കൊണ്ട് അള്ളാഹു എന്നുള്ള രൂപമൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമിയിലുള്ള സർവസ്വവും അള്ളാഹുവിൻ്റെ കുദറത്തിൻ്റെ അടയാളല്ലേ. ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മൾ പെടാതിരിക്കുക. അപ്പോൾ ഞാനിന്നലെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ പോർച്ചുഗൽ എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും സംഘർഷമാണ്. ഇസ്രായേലിലേക്ക് ഇറാൻ്റെ 10-30-ലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ചു. അതോടൊപ്പം തന്നെ ഇറാനിലെ പടിഞ്ഞാറൻ മേഖലകളിലേക്കും പല വിമാനത്താവളങ്ങളിലേക്കും ഇസ്രായേലും ആക്രമണം നടത്തി. അമേരിക്ക ഇടപെട്ടിട്ട് ട്രംപ് പറഞ്ഞത്, ഇസ്രായേലെ നീ നിർത്തിക്കോ, ഒരു തരത്തിലും നിന്നെ സഹായിക്കാൻ ഞങ്ങളുണ്ടാവില്ല. ഇസ്രായേലിന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ഇപ്പോൾ 2 കൂട്ടരും യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ എന്നൊരു രാജ്യത്തിനെ വിറപ്പിച്ചൊരു രാജ്യം, അമേരിക്ക എന്നൊരു രാജ്യത്തിനെ വിറപ്പിച്ചൊരു രാജ്യം. സത്യം പറഞ്ഞാൽ ലോകത്ത് ഇറാന് മാത്രമേ ഉള്ളൂ. ഇറാനോട് എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യം കരുതിയിരുന്നത് എന്താണെന്നറിയോ, നമുക്ക് ആരെയും ആക്രമിക്കാം, ഏത് മുസ്ലിം രാജ്യങ്ങൾ ആക്രമിച്ചാലും അവരൊക്കെ തകരുന്ന. നോക്കുമ്പോൾ അവർ തകർത്തിട്ടുണ്ട്. ഈജിപ്തിനെ തകർത്തിട്ടുണ്ട്, തുർക്കിയെ തകർത്തിട്ടുണ്ട്, ജോർദാനെ തകർത്തിട്ടുണ്ട്, സിറിയനെ തകർത്തിട്ടുണ്ട്, പലസ്തീനെ തകർത്തിട്ടുണ്ട്, ഗസയെ തകർത്തിട്ടുണ്ട്. അവർ തകർക്കാത്ത രാജ്യങ്ങളില്ല. പക്ഷെ ഇറാന്റെ മുന്നിൽ ഇസ്രായേൽ മുട്ടുമടക്കി. ഇപ്പൊ കഴിഞ്ഞ ഏപ്രിലിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ലെബനാൻ എന്ന രാജ്യത്തെ തുടച്ചു നീക്കാൻ ഇസ്രായേൽ. ഇറാന് മുന്നറിയിപ്പ് കൊടുത്തു, നിങ്ങൾ ലെബനാനിൽ കൂടി വെടിനിർത്തൽ പ്രഖ്യാപിക്കണം, നിങ്ങൾ ഞങ്ങളുമായുള്ള വെടിനിർത്തലിന്റെ ഭാഗം തന്നെയാണ് ലെബനാനിലെ വെടിനിർത്തൽ. പക്ഷേ ലെബനാൻ വെടിനിർത്താൻ ഇസ്രായേൽ തയ്യാറായില്ല. ഫലം എന്താ ഉണ്ടായത്, ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അങ്ങോട്ട് ആക്രമണം നടത്തുകയാണ്. ഇസ്രായേൽ ഞെട്ടിപ്പോയി. ഇസ്രായേൽ അന്യായമായിട്ടാണ് ലെബനാൻ എന്ന രാജ്യത്തിനെ ഇല്ലാതാക്കുന്നത്. ഇത് ട്രംപിന് ചോദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. ഇറാൻ മാത്രമല്ല, ഹൂത്തികളും അവിടെ നിന്ന് അയച്ചു. അതോടുകൂടി ഇസ്രായേൽ ഞെട്ടി. ഇസ്രായേൽ കരുതി ഞങ്ങൾക്ക് ലോകരാജ്യങ്ങളിലെ പിന്തുണപ്പ് കിട്ടും. അമേരിക്ക ഒരു കാര്യം പറഞ്ഞു, ഇസ്രായേലെ നീ നിർത്തിക്കോ, ഞങ്ങൾ ഒരു പിന്തുണയും നിനക്കുണ്ടാവില്ല. അങ്ങനെ ഇസ്രായേലും തിരിച്ചടിച്ചു നോക്കി. പക്ഷെ നല്ല ഇറാനാണ്. അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ഇങ്ങനെയൊക്കെ ആക്രമിച്ചിട്ടും എത്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും എന്തുകൊണ്ടായിരിക്കും ഇറാനെ തോൽപ്പിക്കാൻ കഴിയാത്തത്? ഒന്ന്, അവരുടെ ആയുധ സംഭരണങ്ങൾ തന്നെ, അവരുടെ ആയുധശേഷി, അവരുടെ ഈമാന്റെ പവർ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾ തങ്ങൾക്ക് നേരെ ഇനി അമേരിക്കയിലെ ഏത് വമ്പനെതിരിട്ടാലും അവർ പോരടിച്ച് നിൽക്കും. വർഷങ്ങളോളം ഉപരോധം ഏർപ്പെടുത്തിനിടയിലും സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിച്ച് ആയുധങ്ങൾ കണ്ടെത്തി. അതിന് റഷ്യയുടെ സഹായമുണ്ട്, ചൈനയുടെ സഹായമുണ്ട്, പല രാജ്യങ്ങളുടെയും സഹായമുണ്ട്. എന്നിട്ടും അവർ പിടിച്ചു നിന്നല്ലോ. അവർ ഗതി കെട്ടാൽ പിന്നെ അവർക്ക് ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കും. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് പേടിയാണ് ഇറാനെ. അമേരിക്കക്ക് പോലും സത്യത്തിൽ ഇറാനെ ഭയമാണ്. അമേരിക്ക കരുതിയത് ഞങ്ങൾ ആക്രമിച്ച് അയത്തുല്ലാ ഖുമൈനിയെ കൊണ്ട് കൊന്നു കളഞ്ഞാൽ അതിൻ്റെ കൊമ്പൊടിയും എന്നുള്ളതാണ്. അവർ പല കള്ളക്കഥകൾ ഉണ്ടാക്കി നോക്കി. ഇറാനിലെ പല രാഷ്ട്രീയക്കാരും പല നേതാക്കന്മാരും ഞങ്ങളുടെ ആളുകളാണ്, ഇതിൻ്റെ ഏജന്റുമാരാണ്, ഇസ്രായേലി ചാരന്മാരാണ്, എന്ത് കഥകൾ പറഞ്ഞിട്ടും ഇപ്പോഴും ഇറാനിൽ ഭരണമാറ്റം സംഭവിച്ചിട്ടില്ല. ഇസ്രായേലിൽ അവർ മുട്ടുമടക്കിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിൻ്റെ ഒരു പിന്തുണ, ദൈവത്തിൻ്റെ ഒരു കരുതൽ ഇറാൻ്റെ കൂടെയുണ്ട്. അവരവസാനത്തെ മനുഷ്യനെ അവർ ഇല്ലാതാക്കി കഴിഞ്ഞാലും, ഇസ്രായേൽ ഇല്ലാതാക്കി കഴിഞ്ഞാലും ഇറാന് വീണ്ടും ഉദിച്ചുവരും. അതാണ് ഇറാൻ്റെ പവർ. മറ്റ് മുസ്ലിം രാജ്യങ്ങൾക്കില്ല
ഇല്ലാത്തത് ഈ ഒരു ഇച്ഛാശക്തിയാണ്. അവർക്ക് ആ ഈമാൻ ശക്തിയില്ല. അവർക്ക് എങ്ങനെയും ഇസ്രായേലിൻ്റെ അടിയാളന്മാരായിട്ട് കുറേ സുഖിച്ച് അർമാദിച്ച് ജീവിക്കുക, അതുമാത്രമാണ് മറ്റ് മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ചിന്ത. ഞാനൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ യുദ്ധ സാഹചര്യത്തിലും ഇറാന് ഒരു അണുവായുധം വികസിപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇത്ര ഉപരോധങ്ങളുണ്ട്, സമ്പുഷ്ട യുറേനിയം അവർ സൂക്ഷിച്ചു വെച്ചു എന്നും പറയുന്നുണ്ട്, അതല്ലാതെ മറ്റൊരിടത്ത് കൊണ്ടുപോയെന്നും പറയുന്നുണ്ട്. ഇത്രയൊക്കെ പ്രതിസന്ധിക്കിടയിലും ഒരു അണുവായുധമുള്ള രാജ്യമായിട്ട് ഇറാൻ മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.